ക്യാമ്പയിനിന്റെ ഭാഗമായി അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ വർഷമായി നമ്മൾ നടത്തുന്ന ഇന്ന് രാവിലെ പത്രത്തിൽ നമ്മുടെ മന്ത്രിന്റെ വാർത്ത എല്ലാവരും വായിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള ശുചിത്വ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ കുട്ടികളാണ് ഈ ലോകത്തെ ഇനി നയിക്കേണ്ടത്, ഈ വരാൻ പോകുന്ന തലമുറകൾക്ക് കാവൽക്കാരാവേണ്ടതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രീൻ ഇനീഷ്യേറ്റീവ് കുട്ടികളിൽ നിന്ന് പഠിക്കാം, കുട്ടികളെ മാതൃകയാക്കാം എന്ന് പറയുന്നതിൽ ഈ ഒരു പരിപാടിയിലൊക്കെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ട് തന്നെ സോമശേഖരൻ സാറിന് നന്ദി പറയാണ് ഇങ്ങനൊരു ചാൻസ് തന്നതിന്. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഞാൻ വലിച്ചെറിയില്ല. നിരവധി കവറുകളും 59 ഐസ്ക്രീം കപ്പുകളും 61 ലേസ് കവറുകളും 46 സിഗരറ്റ് പാക്കറ്റുകളും 29 ബോട്ടൽ. ഞങ്ങളെല്ലാവരും തരുവണത്തരി UP സ്കൂളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഗ്രീൻ ആർമി എന്ന ഒരു പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കാനാണ് വന്നിട്ടുള്ളത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. എല്ലാവരും ഇതേപോലത്തെ ഒരു വേദിയിൽ വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഗുഡ് മോർണിംഗ് ടു ആൾ. നമ്മൾ കൊളന്ത LP സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതാണ്. ഹരിത വിദ്യാലയം എന്ന പരിപാടിയായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഞങ്ങൾ GLPS പേരട്ട സ്കൂളിൽ നിന്നാണ് വരുന്നത്. പായം പഞ്ചായത്തിൻ്റെ കീഴിലുള്ള സ്കൂളാണ്. ഞങ്ങൾ നടത്തിയ ഗ്രീൻ പോലീസ് എന്ന പദ്ധതിയായിട്ടുള്ള കുറച്ച് മോഡലുകളും കാര്യങ്ങളൊക്കെ കാണിക്കാനാണ് വരുന്നത്. ഗ്രീൻ ഇനീഷ്യേറ്റീവ് എന്ന പരിപാടിയിലേക്ക് വന്നിട്ടുള്ളത്. ഞങ്ങൾ വളപട്ടണം ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയിൽ നിന്നാണ് വരുന്നത്. ലൈബ്രറിയുടെ ക്രിയേറ്റീവ് ഹോം എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ ഒരു കൂട്ടായ്മ ഉണ്ട്. അപ്പോൾ ഏകദേശം 350ഓളം കുട്ടികൾ ഈ ഒരു കൂട്ടായ്മയിൽ അംഗമാണ്. അപ്പോൾ ഇവരൊക്കെ റെപ്രസെൻറ്റേറ്റീവാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരും ശുചിത്വം പാലിക്കാത്തവർക്കൊക്കെയുള്ള വാർണിംഗ് കാർഡ്സായിട്ടും അതുപോലെ ഇതൊക്കെ പാലിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നവർക്ക് ഗ്രീൻ കാർഡ്, അതല്ലാത്തവർക്ക് യെല്ലോ ആൻഡ് റെഡ് കാർഡ് കൊടുത്തിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ 6ഓളം ഗ്രീൻ കാർഡുകളും അതുപോലെ തന്നെ ഏകദേശം 12 യെല്ലോ കാർഡുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ യെല്ലോ കാർഡ് കിട്ടിയവരൊക്കെയും, റെഡ് കാർഡ് ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല ഇനീഷ്യൽ സ്റ്റേജ് ആയതുകൊണ്ട്, ഇനി യെല്ലോ കാർഡ് കിട്ടിയവരൊക്കെയും അടുത്തൊരു ഇതിലേക്ക് പോകുമ്പോൾ ഗ്രീൻ കാർഡിലേക്ക് വരാനുള്ള ഇൻട്രസ്റ്റ് അവിടെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ നാടിനെയും അതുപോലെ ഈ ആക്ടിവിറ്റി ചെയ്യുന്നത് ഈ 350ഓളം കുട്ടികളാണ് ഇത് ചെയ്യുന്നതുകൊണ്ട് ഈ കുട്ടികളെയും അതോടൊപ്പം നാടിനെ നന്നാക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കേരളത്തിലെ ഇപ്പോൾ റാങ്കിങ് എടുത്തു കഴിഞ്ഞൊരു കാണിക്കുന്നത് മുതിർന്നവരെക്കാൾ കൂടുതൽ അവരോട് മറ്റു കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിച്ചത്, കരിയർ ഗൈഡൻസ് ഉള്ള കാര്യങ്ങളാണ് സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അവസാനം അവരോട് ചോദിച്ചു നമ്മുടെ നാട്ടിൽ സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ആദ്യം ചൂണ്ടിക്കാട്ടിയ പ്രശ്നം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പുറം രാജ്യങ്ങളെല്ലാം പോകുമ്പോൾ നല്ല വൃത്തിയായിട്ട് വെക്കുന്ന സ്ഥലങ്ങളാണ്, അവിടെ വേസ്റ്റ് ബിന്നുകളുണ്ട്. നമ്മുടെ ഒരു കുട്ടിയാണ് ചോദിച്ചത്. അപ്പോൾ ചിലപ്പോൾ എന്നെ പോലുള്ള കുറച്ച് മുതിർന്ന ആളുകൾ അല്ലെങ്കിൽ എന്നേക്കാൾ മുതിർന്ന ആളുകൾ ഇതെല്ലാം കണ്ട് ശീലിച്ചു പോയതുകൊണ്ട് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് റെഡിയാവാത്ത സ്ഥലത്ത് വിദ്യാർത്ഥികൾ ഓരോ സ്കൂളിലെ ഓരോ പ്രൊജക്റ്റും അതിന് ഭാഗമായിട്ടുള്ള വിദ്യാർത്ഥികളും അവരെ സഹായിക്കുന്ന അധ്യാപകന്മാരും പ്രൂവ് ചെയ്യുന്നു.
more importantly, their sense of commitment to our mother earth, to our planet. And we start a dialogue, we start a conversation, the change can happen. Proud that children here, students here are talking about this. Right. We need to actually preserve that beauty and that keep taking action and then change will come. So for me, I feel like 3 A's are very important. 1 is awareness, which you all are already doing it. 2 and 3 are attitude and action. These 2 are also equally important to bring the change. So you might have presented presentations, numbers, models or whatever, but the only thing I saw was hope. Dream, plastic free Kannur, or maybe green space Kannur, clean air Kannur. So I hope you all become a model for another districts, for all the states and also the other states in India. I hope such initiatives are, they should be taken up in all of the schools in all of the districts. So I again extend my best wishes to the organizers of this initiative, to this Haritha Kerala people who have taken up this initiative. So it was a very happy moment for me. Thank you so much. പഞ്ചായത്തുകളിലെ കുട്ടികളെ ഇവിടത്തേക്ക് എത്തിച്ച ഈ ഒരു ടീമിനെ എല്ലാവിധ അഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ്. സുപ്രീം കോടതി സമയം തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് കുറെ പ്രവർത്തനങ്ങൾ, മാലിന്യ സംസ്കരണം ഒരു ഘടകമാണ്, ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനും നമുക്ക് ബാക്കിയുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോ അവതരിപ്പിച്ചിരിക്കുന്ന, ഇപ്പൊ സാറ് പറഞ്ഞു, നമുക്കത് ഒരു അതിന്റെ It was an immense pleasure to be a part of this green initiative taken up by Haritha Kerala Mission, and I could just not see the discussion about the waste management and greenery initiatives, but also it was more about the sense of creativity of students, their sense of responsibility, and more importantly, it was this sense of commitment they had towards our mother earth and towards our planet. So Kerala and Kannur, they are very beautiful, but what it requires is to preserve that beauty, and for preservation it requires action, awareness and change of attitude. And these children taking part in these waste management and greenery initiatives, I think that reflects the hope that we can bring a change to protect our environment.